ഇപ്പോൾ ഒരു സാധാരണ ഇന്ത്യൻ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കരിയർ, അതുപോലെ അയാളുടെ ഒരു ചിന്താശേഷി, ഇതിനൊക്കെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത്? ഇപ്പോൾ ഒരു ഭാരതീയ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഈ കുട്ടിയിലെ ഞാൻ ഭാരതീയനാണ് എന്നുള്ളതിൽ ആത്മാഭിമാനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ടാകുന്നു. ചെറിയ ക്ലാസ്സിലെ പാഠഭാഗങ്ങളിലൂടെ തന്നെ ആ കാര്യങ്ങൾ ഈ കുട്ടിയിൽ ജനിപ്പിക്കാൻ മൊത്തം ഭാരതത്തെക്കുറിച്ച്, ഭാരതത്തിലെ വൈവിധ്യം, ഭാരതത്തിലെ ഭാഷകൾ, ഭാരതത്തിലെ ഉത്സവങ്ങൾ, ഭാരതത്തിലെ മഹാപുരുഷന്മാർ, ഭാരതത്തിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ച ആൾക്കാർ, ഇവരൊക്കെ ഇവരുടെ ഉള്ളിലെ പ്രേരണയായി മാറും. അങ്ങനെ ഭാരതീയൻ എന്നുള്ളതിൽ അഭിമാനം, അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കുട്ടി ഇന്നത്തെ ചുറ്റുവട്ടത്തിൽ വിവിധ പ്രശ്നങ്ങളോട് നേരിട്ട് സംവദിക്കുകയാണ്. ഈ സംവദിക്കുന്ന സമയത്ത് എൻ്റെ നാടിൻ്റെ സംസ്കാരം, എൻ്റെ നാടിൻ്റെ ജീവിത ദർശനം, എൻ്റെ നാട്ടിലെ പരമ്പരാഗതമായ അറിവുകൾ, അത് ആധുനിക കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തമാണ്, അത് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണോ എന്നുള്ള വിവിധ ചിന്തകൾ ഈ കുട്ടി സ്വയം ചോദിക്കുന്ന ഒരു സ്ഥിതി സംജാതമാകും, ഒരു മിഡിൽ ലെവലിൽ. ആ തലത്തിൽ നിന്നും വീണ്ടും കുട്ടി ഇന്നത്തെ വ്യക്തിതലം മുതൽ വിശ്വതലം വരെയുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണേണ്ടത് എൻ്റെ ബാധ്യതയാണ് എന്നുള്ള ഭാരതീയ ജീവിതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ദൃഢനിശ്ചയത്തിലേക്ക്, ഒരു ആദർശ ജീവിതത്തിലേക്ക് ഈ വിദ്യാർത്ഥി അറിയാതെ പോകുന്ന രീതിയിലാണ് നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ക്ലാസ്സിലാകുമ്പോൾ ഓരോ സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തെ ഭാഷയ്ക്കനുസരിച്ചുള്ള പാട്ടും കവിതയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒപ്പം തന്നെ നമ്മൾ മറ്റ് പ്രദേശത്തുള്ള ആചാരങ്ങൾ, അവിടുത്തെ പാട്ടുകൾ, അവിടുത്തെ ഉത്സവങ്ങൾ, അവിടുത്തെ ഭക്ഷണ രീതികൾ, ഇതെല്ലാം പരിചയപ്പെടുന്നു. ആ പരിചയപ്പെടുന്നതിലൂടെ വൈവിധ്യങ്ങളുടെ ഒരു മഹാലോകം, അത്ഭുതം, സൗന്ദര്യം. പക്ഷേ ആ വൈവിധ്യങ്ങൾക്കുള്ളിലെല്ലാം ഏകത്വമായിട്ടുള്ള സാംസ്കാരിക ധാരയെ കുട്ടിക്ക് കാണാൻ സാധിക്കും. അപ്പോഴാണ് കുട്ടി സ്കൂളിൽ നടത്തുന്ന പ്രതിജ്ഞ, നമ്മുടെ ദേശീയ ഗാനം, ദേശീയ ഗീതം, ഇതിലൊക്കെ പറയുന്ന ആ ഭാരതം എന്നുള്ള കാഴ്ചപ്പാട് വളരെ പരിമിതമല്ലെന്നും വളരെ വിശാലമാണെന്നും അറിയുന്നത്. അപ്പോൾ ഈ ഭാരതത്തിന് വേണ്ടി ജീവിച്ച ആൾക്കാരുടെ ജീവിത കഥകൾ, പല ആൾക്കാരും നമ്മുടെ കുട്ടിക്കാലത്ത് രാമൻ്റെ കഥ കേട്ടു, രാമായണം വായിച്ചു, അതാണ് എനിക്കിങ്ങനെ ജീവിക്കാൻ പ്രേരണ നൽകിയെന്നൊക്കെ പല രീതിയിലുള്ള ആൾക്കാർ, എല്ലാവർക്കും ഇത് പറയാനാണ് താല്പര്യം. അപ്പോൾ അങ്ങനത്തെ കഥകൾ, അങ്ങനത്തെ പാട്ടുകൾ, അങ്ങനത്തെ ആൾക്കാരുടെ ആധുനിക കാലഘട്ടത്തിലും അങ്ങനത്തെ ജീവിച്ച വ്യക്തികളുടെ ജീവിതങ്ങളൊക്കെ പഠിക്കുന്നതിലൂടെ ഈ രീതിയിൽ ഈ കുട്ടി വളർന്നു വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭാരതീയതയിലൂന്നിയ ഒരു വിദ്യാഭ്യാസത്തിലൂടെ ഒരു എന്താ പറയുക, സ്വന്തം തോന്നുന്ന ഒരു എൻ്റെ മാത്രം എന്ന് തോന്നുന്ന ഒരു നെഗറ്റീവായിട്ടുള്ളതല്ല, മറിച്ച് ലോകത്തെ മുഴുവൻ നയിച്ചിട്ടുള്ളൊരു ചരിത്രം ഇന്നും അങ്ങനെ നൽകാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം, അതിൽ ഭാരതത്തിലുള്ള അഭിമാനം, ഭാരതീയൻ എന്നുള്ള അഭിമാനം, അതൊക്കെയാണ് ഈ കുട്ടികളിൽ ആദ്യമായിട്ടുണ്ടാവുക. ഒപ്പം തന്നെ ഇന്നത്തെ ലോകത്തെ എല്ലാ പ്രതിസന്ധിക്കും പരിഹാരം കാണേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധിയുണ്ട്? ചുറ്റുവട്ടത്തിലുള്ള പ്രതിസന്ധി എന്താണ്? ആരോഗ്യ പ്രതിസന്ധി കുട്ടി കാണുന്നു, അല്ലേ? ബുദ്ധനെ അലട്ടിയ എന്താണ്? ചുറ്റും കാണുമ്പോൾ രോഗപീഠ, അതെന്നും അലട്ടി പറയുക. അതിന് സമാധാനത്തിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ച ബുദ്ധൻ്റെ കഥയാണെങ്കിലും ഇന്നത്തെ ഒരു കുട്ടിക്കും തോന്നും, അത് ഇന്നത്തെ ലോകത്ത് ഇത്തരത്തിലെ വിഷയങ്ങളുണ്ട്, എങ്ങനെ പരിഹരിക്കാൻ പറ്റും, എന്താണ് നമ്മുടെ മാർഗം. അപ്പോൾ അതിനു വേണ്ടിയാണ് കുട്ടി എന്ത് പഠിച്ചു മുന്നേറണമെന്ന് ചിന്തിക്കുക. പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്, മനുഷ്യനും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ ഈ സംഘർഷങ്ങളെല്ലാം നമുക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കുമോ? ഇങ്ങനെ എല്ലാ രംഗത്തും ഈ കുട്ടിയുടെ ഉള്ളിൽ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ, ആ ഒരു സൊല്യൂഷൻ നൽകാൻ പറ്റുന്ന രീതിയിലേക്ക് എനിക്കൊരു ജീവിത ദൗത്യമുണ്ട് എന്നുള്ള ഒരു ബോധത്തിലേക്ക് വളരണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ രീതിയിലുള്ളൊരു ഫ്രെയിം വർക്കാണ് NEP വന്നത്. NEPക്ക് അനുസരിച്ചുള്ള പാഠപുസ്തകങ്ങൾ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആത്മാഭിമാനത്തിൽ ഊന്നിക്കൊണ്ട് കുട്ടി വളരുന്നു എന്നുള്ളതാണ്.
നമ്മുടെ സാധാരണ ഉദാഹരണം പറയുന്നില്ലേ, 16 വയസ്സായിട്ടുള്ള അഭിമന്യുവിന് എങ്ങനെയാണ് ഈ യുദ്ധം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായത്? ഞാനൊരു ബാലൻ അശക്തനാണെങ്കിലും മാനിയാമെന്നുടെ താതനെ പിന്നെ മാമനെ എല്ലാവരെയും, അവരിലുള്ള ഒരു ആത്മാഭിമാനമാണ് ശക്തി. അപ്പം ആ ശക്തി ഈ കുട്ടികൾക്ക് ബ്രിട്ടീഷുകാർ അടിമകളായി ഭരിക്കുന്ന സമയത്തും ആധുനിക ഭൗതിക ശാസ്ത്രത്തിലെ വിപ്ലവം സൃഷ്ടിച്ച കണ്ടുപിടുത്തം നടത്തിയ CV രാമൻ എൻ്റെ പൂർവികനാണ് എന്ന് ഉള്ള അഭിമാനം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ഈ വാർത്താവിനിമയ ഉപാധിയുടെ മൊബൈൽ ഫോണാകാം, TV ആകാം, എന്തിൻ്റെയും അടിസ്ഥാന ശാസ്ത്രം എന്താണ്? ഒരു ശബ്ദതരംഗത്തെ ആ കാലത്ത് ശബ്ദതരംഗത്തെ ഒരു മാധ്യമമില്ലാതെ, ഒരു കമ്പിയില്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് സംപ്രേഷണം ചെയ്യാം, വയർലെസ് അല്ലേ? അതിൻ്റെ ഉപജ്ഞാതാവ് നമ്മുടെ JC ബോസാണ്. അതുതന്നെയാണ് പിന്നീട് ശബ്ദം മാറ്റിയിട്ട് എന്തായി, ചിത്രവും അങ്ങനെ ആക്കാം. ഇന്ന് അതാത് സമയത്തുള്ള ഈ 5G എത്ര G വരെ എത്തിയോ അതുവരെയൊക്കെ ആ ശാസ്ത്ര കണ്ടുപിടുത്തം നേടിയത് എൻ്റെ പൂർവികനാണ്. എൻ്റെ പൂർവികൻ അത് മാത്രമല്ല കണ്ടുപിടിച്ചത്, അതേ വ്യക്തി നമ്മുടെ നാട്ടിൽ നമ്മുടെ ഋഷിമാർ പറഞ്ഞിരുന്നു, നിനക്ക് മാത്രമല്ല ജീവനുള്ളത്, സർവ്വചരാചരങ്ങൾക്കുമുണ്ട്, ഈ ലതകൾക്ക് പോലും ഉണ്ട്. ആ 5 വയസ്സായ കുട്ടി തൊട്ടാവാടിയിൽ കണ്ട ആ അതിശയത്തെ അദ്ദേഹം അതിലും പരിഹാരമുണ്ട്, അതിൻ്റെയും ശാസ്ത്രീയമായ ഒരു ചിത്രം കാണിച്ചു തന്നില്ലേ? അപ്പോൾ എല്ലാ രംഗത്തും, ഏതൊക്കെ രംഗത്ത് ഇന്ന് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം പൈസ എടുക്കണം അല്ലേ, ഉടനെ ഒരു OTP വരും, 4 അക്ഷരമോ 6 അക്കോ 4 അക്കോ, അങ്ങനെ എന്തിനും ഒരു ഡിജിറ്റൽ ലോകം വന്നു. ഈ ഡിജിറ്റൽ ലോകത്തിൻ്റെ ഡിജിറ്റൽ സെക്യൂരിറ്റിയുടെ മുഴുവൻ അടിയിൽ നിൽക്കുന്ന ഗണിതം നമ്മുടെ രാമാനുജൻ്റെ സംഖ്യാതീറങ്ങളിൽ നിന്നും രൂപപ്പെട്ടതാണ് എന്നറിയുന്ന സമയത്ത്, ഞാൻ പറയുന്നത് വളരെ പൗരാണിക കാലഘട്ടത്തിലല്ല, ആധുനിക കാലഘട്ടത്തിൽ അവരിലൂടെ അവൻ വീണ്ടും ചിന്തിക്കും അല്ലേ? അപ്പോൾ ഗണിതശാസ്ത്രത്തിൻ്റെക്കുള്ള ഒരു പടിവാതിലാണ്, ഒരു ഗേറ്റ് വേ ആണ് രാമാനുജൻ. ഭൗതിക ശാസ്ത്രത്തിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ CV രാമനുണ്ട്. ഈ മറ്റ് ശാസ്ത്രലോകത്തേക്ക് ചിന്തിക്കുന്ന സമയത്ത് CV രാമൻ. ഏത് രംഗത്തെടുത്താലും നമുക്ക് ശാസ്ത്രരംഗത്ത്, ഏത് രംഗത്ത് ഇങ്ങനത്തെ പൂർവികരെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പൂർവികരിലൂടെയുള്ളൊരു ആ പാന്താവിനെ മുന്നോട്ട് കൊണ്ടുപോവുക, ആ പൈതൃകം നീ വാങ്ങുക എന്ന് പറയുന്നില്ലേ? ഭർത്താവിനോട് വളരെയധികം മനസ്സിൽ വിഷമം ഉണ്ടായിരുന്നപ്പോഴും യശോധര ബുദ്ധൻ വന്ന സമയത്ത് മകനോട് എന്താ പറയുന്നത്? നീ നിൻ്റെ അച്ഛൻ്റെ പൈതൃകം സ്വീകരിക്കുക. അപ്പോൾ ആ പൈതൃകം സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കും.